അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, റമളാൻ മാസമെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒരു മാസമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പ് നോറ്റ് നമ്മുടെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഏറെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മാസമാണ് റമളാൻ മാസം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ആ പരീക്ഷണങ്ങളിലൊക്കെ ഏറെ സഹനം കാണിക്കാൻ, ക്ഷമ കൈക്കൊള്ളാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അവിടെ ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒരു മാസമായിക്കൊണ്ട്, ഒരു വിശ്വാസിയെ അതിനെ പ്രാപ്തനാക്കുന്ന ഒരു മാസമായിക്കൊണ്ട് റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇവിടെ ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കന്മാരും എല്ലാ പ്രവാചകന്മാരും മാതൃകയായിത്തീരുന്നത് ഇവിടെയാണ്. അള്ളാഹുവിലേക്ക് അടുക്കും തോറും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനിൽ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ സർവ്വതും ബരമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാണ് ലോകത്തിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നതിൽ 25ഓളം പ്രവാചകന്മാരുടെ പേര് മാത്രം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ പാഠങ്ങൾ വലിയ ഒരു പാഠമായിക്കൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ലോകത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരുടെ എണ്ണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വിഷയമുണ്ട്. സൂറത്ത് നിസാ, ഖുർആനിലെ 4-ാമത്തെ അധ്യായം. ആ 4-ാമത്തെ അധ്യായത്തിലെ 164-ാമത്തെ സൂക്തം പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക. നബിയെ, നിനക്ക് മുമ്പ് വിവരിച്ചു തന്നിട്ടുള്ള പ്രവാചകന്മാരെയും നിനക്ക് മുമ്പ് വിവരിച്ചു തന്നിട്ടില്ലാത്ത പ്രവാചകന്മാരെയും നാം നിയോഗിക്കുകയുണ്ടായി എന്നാണ്. അഥവാ ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ മുഴുവൻ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ എണ്ണം എത്രയാണ്, അതിൻ്റെ വിവരണം എങ്ങനെയാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതും ഉണ്ട്, പ്രവാചകന് അറിയിച്ചു കൊടുക്കാത്തതുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അറിയിച്ചു കൊടുത്ത പ്രവാചകന്മാർ, അവരുടെ ജീവിതം, ഇതൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയായതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം നമ്മളുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രവാചകൻ കടന്നു പോകാത്ത ഒരു സമൂഹവും ലോകത്തുണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഒരു വിഷയമാണ്. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിർ, അവിടെ 24-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുന്നു, എവിടെയൊക്കെ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടോ അവിടേക്കെല്ലാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന്. ഇവിടെയാണ് വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ, ഒരു താക്കീതുകാരൻ കടന്നു പോകാത്ത ഒരു സമുദായവും ലോകത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, എല്ലാ പ്രദേശങ്ങളിലേക്കും അമ്പിയാക്കന്മാർ കടന്നു വരാനുള്ള കാരണം എല്ലാ പ്രദേശങ്ങളിലും മനുഷ്യന്മാരാണ് ജീവിക്കുന്നത്. ആ മനുഷ്യന്മാർ അവർ പച്ചയായ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമായിക്കൊണ്ട് അവർ ജീവിക്കും. ആ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ ദൈവികമായിട്ടുള്ള വെളിപാടുകൾ ലഭിച്ച പ്രവാചകന്മാരിലൂടെ, ദൈവികമായിട്ടുള്ള സന്ദേശം ലഭിച്ച ദൈവദൂതന്മാരിലൂടെ ലഭിച്ചിട്ടുള്ള ആ ദിവ്യ സന്ദേശം അത് എന്താണോ പഠിപ്പിക്കുന്നത് ആ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാൻ
മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നു. എന്തിനാ പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് പരിശുദ്ധ ഖുർആൻ അറിയിച്ചു തരുന്നത്? സുമ്മ അർസൽനാ റസൂലനാ തത്റാ, നാം നമ്മുടെ ദൂതന്മാരെ, റസൂലുകളെ തുടരെ അയച്ചു കൊണ്ടിരുന്നു. കുല്ലമാ ജാഅ ഉമ്മത്തൻ റസൂലുഹാ കസ്സബു, ഓരോ സമുദായത്തിനും അവൻ അതിൻ്റെ ദൂതന്മാരെ അയക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ വ്യാജമാക്കുകയാണ് ആളുകൾ ചെയ്തിട്ടുള്ളത്. ഫഅത്ബഅനാ ബഅലഹും ബഅലൻ വജഅൽനാഹും അഹാദീസ, അങ്ങനെ അവരിൽ ചിലരോട് നാം അനുഗമിച്ചു, ഒന്നിനു ശേഷം ഒന്നായിക്കൊണ്ട് ആ നിഷേധികളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരെ മുഴുവനും നാം കഥാവിഷയങ്ങളാക്കി തീർത്തു എന്നാണ്. ഫബുഅദൻ ലിഖൗമിൻ ലാ യുഅ്മിനൂൻ, അപ്പോൾ വിശ്വസിക്കാതിരുന്ന ആ ഒരു ജനങ്ങൾക്ക് കാരുണ്യത്തിൽ നിന്ന് വിദൂരത ലഭിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്ത് മുഅ്മിനൂനിലെ 44-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ഒരു ആയത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരെ അയച്ചത്. ആ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കഥനങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള മാതൃകയുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ലതായിട്ടുള്ള ഒട്ടനവധി പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ക്ഷമയുടെയും സഹനത്തിൻ്റെയും പര്യായമായിട്ട് അറിയപ്പെടുന്ന മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിയെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. റമദാൻ മാസം അത് ക്ഷമയുടെ മാസമാണ് എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ സഹനത്തിൻ്റെ ഒരു മാസമായിക്കൊണ്ട് അത് അറിയപ്പെടുമ്പോൾ, ആ രണ്ടിൻ്റെയും ഒരു പര്യായമായിട്ട് അറിയപ്പെടുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം? അയ്യൂബ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിയുടെ മകൻ ഈസ് എന്ന വ്യക്തിയുടെ മകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ, അദ്ദേഹത്തിന്, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇസ്ഹാഖ് എന്നും അതുപോലെ തന്നെ ഇസ്ഹാഖിനെയും അതുപോലെ യാക്കൂബിനെയും നൽകുകയും ചെയ്തു എന്നാണ്. കുല്ലൻ ഹദൈന, അവരെല്ലാം നാം നേർവഴിയിലാക്കുകയുണ്ടായി. വനൂഹൻ ഹദൈന മിൻ ഖബൽ, അദ്ദേഹത്തിന് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിൽ ആക്കിയിട്ടുണ്ട്. വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ദാവീദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസഫിനെയും മൂസായെയും ഹാറൂനിനെയും നാം നിയോഗിക്കുകയുണ്ടായി, നാം നേർവഴിയിലാക്കുകയുണ്ടായി. അപ്രകാരം സൽവൃത്തരായിട്ടുള്ള ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 84-ാമത്തെ സൂക്തത്തിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. ഈ ഒരു പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സന്താന പരമ്പരയിലാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ജന്മമെടുത്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. സഹോദരങ്ങളെ, ഈ പണ്ഡിതൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 4 സ്ഥലങ്ങളിലായിക്കൊണ്ട് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഏത് ജനതയിലാണ്, അദ്ദേഹം നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ എന്താണ്, പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിലോ നമുക്കത് വ്യക്തമായിക്കൊണ്ട് ക്ലിപ്തപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും പരിശുദ്ധ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്ന, ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ സഹനം കൊള്ളേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മഹനീയമായിട്ടുള്ള ഉദാഹരണമായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിയെ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം? ആദ്യത്തിൽ ധാരാളം സമ്പത്തുള്ള, കാലിസമ്പത്തുള്ള, വ്യത്യസ്ത രീതിയിലുള്ള വലിയ വലിയ സമ്പത്തുകൾ ഉടമപ്പെടുത്തിയിരുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ
മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് നബിയുടെ അനുയായിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ നഗ്നനായിക്കൊണ്ട് കുളിക്കുകയായിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വർണത്തിൻ്റെ വെട്ടുകിളികൾ വന്ന് വീഴാൻ തുടങ്ങി. അയ്യൂബ് നബി അലൈഹിസ്സലാം ആ വെട്ടുകിളികളെയെല്ലാം അദ്ദേഹം പിടിച്ചുകൊണ്ട് തൻ്റെ വസ്ത്രത്തിലിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അയ്യൂബ് നബി അലൈഹിസ്സലാമിയെ വിളിച്ചു പറഞ്ഞു, അല്ലയോ അയ്യൂബ്, ഈ സ്വർണത്തിൻ്റെ വെട്ടുകിളികളെ കൂടാതെ തന്നെ സ്വയം പര്യാപ്തനായിക്കൊണ്ട് ജീവിക്കുവാനുള്ള ഒരു പരിതസ്ഥിതി നിനക്ക് ഞാൻ കൈവരുത്തി തന്നിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു എന്ന്. അതിന് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, അതെ, നിൻ്റെ പ്രതാപത്തെ കൊണ്ട് സത്യം ആ പരിതസ്ഥിതി എനിക്ക് നീ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ നിൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്തിനെ ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടെ അള്ളാഹുവിനോട് പറഞ്ഞു എന്ന്. സഹോദരങ്ങളെ, അത്രമാത്രം ഭൗതികമായിട്ടുള്ള ഒരു സമ്പത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ധാരാളം മക്കളെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ധാരാളം ബന്ധുക്കളും കുടുംബങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പരീക്ഷിക്കുമെന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ നിലക്ക് തന്നെ പരീക്ഷിച്ചു. സമ്പത്ത്, അയ്യൂബ് നബി അലൈഹിസ്സലാമിയുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് അത് പതിയെ പതിയെ ഇല്ലാതെയായി. അങ്ങനെ സാമ്പത്തിക മേഖലയിൽ കടുത്ത ഒരു പരീക്ഷണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിയെ വിധേയനാക്കി. തുടർന്ന് അദ്ദേഹം പരമ ദരിദ്രനായിട്ട് മാറിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള മക്കൾ ഓരോന്നായിക്കൊണ്ട് മരണപ്പെട്ടു തുടങ്ങി. അങ്ങനെ മക്കളും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെ മരണം മുഖേന അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെടുകയാണ്. അതിലും അവസാനിച്ചില്ല. ആരോഗ്യമുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ രോഗങ്ങൾ, തന്നെ ബാധിക്കുന്ന വലിയ ഒരു രോഗങ്ങൾക്ക് വിധേയനായി. കഠിനമായ രോഗം മുഖേന, ദാരിദ്ര്യ മുഖേന, വേണ്ടപ്പെട്ട ആളുകളുടെ മരണം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിയെ പരീക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് ബാധിച്ച രോഗമെന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു തരം വ്രണം വരികയാണ്. ഹൃദയവും നാവുമല്ലാത്ത എല്ലാ അവയവങ്ങളെയും അത് ബാധിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ വിട്ടകന്നു പോയി. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഭയമുള്ള ഒരു അവസ്ഥയിലായി. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആരും പ്രവേശിക്കാത്ത അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ് അയ്യൂബ് നബിയുടെ കൂടെ നിന്നത് എന്ന്. അതെന്തുകൊണ്ടാണ്? ഭർത്താവിൻ്റെ പഴയ കാലത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല സ്വഭാവം അയവറക്കിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ, മികച്ച രൂപത്തിൽ തൻ ഐശ്വര്യവാനായി കഴിയുന്ന കാലത്ത് ഭാര്യയോട് പെരുമാറിയതിൻ്റെ ഫലമായി കൊണ്ട് ആ ഭാര്യ അയ്യൂബ് നബി അലൈഹിസ്സലാമിയെ ശുശ്രൂഷിക്കാൻ കൂടെ നിന്നു എന്നുള്ളതാണ്. ദാരിദ്ര്യം പിടികൂടിയ സന്ദർഭത്തിൽ ആ ഭാര്യക്ക് പുറത്തു പോയിക്കൊണ്ട് ജോലിയെടുക്കേണ്ടി വന്നിട്ടുള്ളതായിട്ടും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇമാം അബൂ യഅല റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ, അബൂ നഈം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഇൽഹയിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, ഇമാം അൽബാനി റഹിമഹുല്ല സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയപ്പെട്ട ഒരു അനുയായിയാണ്. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ് പ്രവാചകൻ പറഞ്ഞതായിട്ട്. അതെന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് 18 വർഷത്തോളം ശക്തമായിട്ടുള്ള രോഗം കൊണ്ടുള്ള പരീക്ഷണം ബാധിച്ചു എന്നാണ്. 2 സഹോദരന്മാർ ഒഴികെ അടുത്ത ആരും തന്നെ അദ്ദേഹത്തെ നേരിൽ വന്ന് കാണാനോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനോ തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത 2 സഹോദരങ്ങൾ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ആ 2 സഹോദരങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ആ സഹോദരന്മാർക്കിടയിൽ ഒരു സഹോദരൻ പറഞ്ഞു, ലോകത്താരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അടുത്ത സഹോദരൻ ചോദിച്ചു, എന്താണ് അത് എന്ന്. അപ്പോൾ മറ്റേ സഹോദരൻ പറഞ്ഞു, 18 വർഷമായി അയ്യൂബ് നബി അലൈഹിസ്സലാമയോട്
അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിച്ചിട്ട് അസുഖം മാറ്റിക്കൊടുത്തിട്ടില്ല. അവർ രണ്ടുപേരും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയെ സമീപിച്ചുകൊണ്ട് അക്ഷമരായിക്കൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹുവിൽ നിന്ന് താങ്കൾ നേരിടുന്നത് എന്ന്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് അത് കേട്ടപ്പോൾ സങ്കടം വന്നു. തൻ്റെ ഹാജത്തിന് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടി അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പോവുകയാണ്. അതായത് മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്ത് കാത്തുനിന്നു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് ആ ഭാര്യ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോയ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പുറത്തു വരാൻ വൈകി. അന്നേരം അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു എന്ന ഒരു കുൽബി റഹ്ജിലിക്. അന്നേരം ആ പ്രാർത്ഥനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് ഉത്തരം ലഭിച്ചു, നീ നിൻ്റെ കാലുകൊണ്ട് കൊട്ടുക. ഹാദാ മുഖ്തസലും ബാരിദും വശറാബും, ഇതാ തണുത്ത ഒരു സ്നാനജലവും പാനീയവും ഇവിടെയുണ്ട്. വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹു മഅഹും റഹ്മത്തൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. അദ്ദേഹത്തിന് തൻ്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്ര വേറെയും നാം പ്രദാനം ചെയ്തു കൊടുത്തു. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാരുണ്യമാണ്. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു സ്മരണയാണ് ഇത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം മലമൂത്ര വിസർജനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മാറിയ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ആ ഒരു സ്നാനജലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കുളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറി, ആദ്യത്തേക്കാൾ ഏറ്റവും നല്ല അവസ്ഥയിലെത്തി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഹൽ റഅയ്ത നബിയല്ലാഹി ഹാദൽ മുബ്തലാ, അള്ളാഹുവിനാൽ പരീക്ഷിക്കപ്പെട്ട ആ പ്രവാചകനെ താങ്കൾ കണ്ടോ എന്നാണ്. കാരണം ഭാര്യക്ക് ഇത് അയ്യൂബ് നബിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അന്നേരം വല്ലാഹി അലാ ദാലിക മാ റഅയ്തു അഹദ കാന അശ്ബഹു ബിഹി മിൻക ഇദ് കാന സ്വഹീഹ, അള്ളാഹുവാണ് സത്യം, അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ താങ്കളേക്കാൾ ശരിക്കും അദ്ദേഹത്തോട് സാദൃശ്യമുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അന്നേരം അയ്യൂബ് നബി അലൈഹി ഇസ്ലാം സ്വന്തം ഭാര്യയോട് പറയുകയാണ്, ഫ ഇന്നി അനാഹു, ഞാൻ തന്നെയാണ് അദ്ദേഹം, ഞാൻ തന്നെയാണ് അയ്യൂബ് എന്ന് പറയുകയാണ്. അങ്ങനെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് കൂട്ടിയിട്ട ഗോതമ്പിൻ്റെയും ബാർലിയുടെയും 2 കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മേഘത്തെ അയച്ചുകൊണ്ട് ആദ്യത്തേതിൽ സ്വർണവും മറ്റേതിൽ വെള്ളിയും വർഷിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. അത്രമാത്രം പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട്, ക്ഷമ കാണിച്ചുകൊണ്ട്, സഹനം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗമെല്ലാം മാറ്റി അള്ളാഹുവിനെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയെ പഴയ രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർത്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെ പ്രവാചകനിൽ നിന്നുള്ള ആ ഒരു സന്ദേശം അറിയിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ ക്ഷമ കൈക്കൊണ്ട് സഹനത്തോടു കൂടിയിട്ട് വർത്തിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന, ചരിത്രത്തിലൂടെ നൽകുന്ന ഒരു പാഠം ഇതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നമ്മളേറെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കൈക്കൊണ്ട് അള്ളാഹുവിൽ ബരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.